രാം നാരായൺ രാം എന്നത് വെറും ഒരു വാക്ക് മാത്രമല്ല, മനുഷ്യരുടെ വിവേകത്തെ ഉണർത്തുന്ന ഒരു ചൈതന്യമാണ്. രാം നാരായൺ രാം എന്ന ജപം എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഈ ജപത്തിൻ്റെ ചരിത്രം എന്താണ്? അതെല്ലാം ഇവിടെ വിശദമായി പറയാം. ഭൂമിയിൽ ഓരോ മനുഷ്യനും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കാത്തപ്പോൾ അവൻ വഴിതെറ്റിപ്പോവുകയാണ്. ദൈവം ആരാണ് എന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ആരും പറയില്ല. ഏതു പുസ്തകത്തിലും അത് എഴുതിയിട്ടില്ല. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഇത്ര വലിയ ഭൂമി എവിടെ നിന്നാണ് വന്നത്? ഇത്രയധികം നക്ഷത്രങ്ങൾ എവിടെ നിന്നാണ് വന്നത്? ഭൂമിയിൽ വെള്ളം ഉണ്ട്, വായു ഉണ്ട്, മരങ്ങളും ചെടികളും ഉണ്ട്. അതിനാൽ ഇവയെ സൃഷ്ടിച്ചതെന്തെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? അതിനെക്കുറിച്ച് ആരാണ് പറയുന്നത്? ജനങ്ങൾ ദൈവം, അല്ലാഹ് എന്നൊക്കെ വിളിച്ചു പോകുമ്പോൾ അവർ ജനങ്ങളുടെ മുന്നിൽ വരാത്തത് എന്തുകൊണ്ട്? ഭൂമിയിൽ 400 കോടി പേർ ഉണ്ട്, പല മതങ്ങളും ഉണ്ട്. ആ മതങ്ങളെ സൃഷ്ടിച്ചതാർ? അതിനെയും കുറിച്ച് ആരും അറിയില്ല. ആകാശം, സൂര്യൻ ഇവയെല്ലാം കാണാനാവുന്നതാണ്. ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ, മരങ്ങൾ, വായു, വെള്ളം ഇവയ്ക്ക് പേരുണ്ട്. ആ പേരുകൾ നൽകിയത് രാം നാരായൺ രാം എന്നാണ്. രാം നാരായൺ രാം എന്നതിൻ്റെ അർത്ഥം രാം അഥവാ ധര, ഭൂമി. ജനനം മുതൽ മരണം വരെ ഉള്ള യാത്രയാണ് ധര. ഇന്ന് ദൈവത്തെ അനുസരിച്ചാലും ആർക്കും യാതൊരു ഗുണവും ഉണ്ടാകില്ല. എല്ലാവരും പ്രകൃതിയെ ദൈവമായി അംഗീകരിക്കണം, അതിനെ ആരാധിക്കണം. മുൻകാലത്ത് ദൈവവും മനുഷ്യരും പ്രകൃതിയെ ആരാധിക്കുകയായിരുന്നു. അതിനാൽ ഇന്നും നമ്മൾ അതേ വഴിയാണ് പിന്തുടക്കേണ്ടത്. വലിയ വലിയ ഭൂമിയിൽ ക്ഷേത്രങ്ങൾ പണിയേണ്ടതില്ല. അയോധ്യയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ക്ഷേത്രം എന്തിനു വേണ്ടത്? അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ഭൂമി കയ്യേറ്റം ചെയ്ത് ക്ഷേത്രം പണിതത്. നിങ്ങൾ അവിടെ പോയാൽ കാണാം, അവിടെ താമസിക്കുന്നവർക്ക് രാമക്ഷേത്രം പണിതത് കൊണ്ട് സന്തോഷമില്ല. കാരണം അവരുടെ ഭൂമി പിൻവലിക്കപ്പെട്ടു, കടകൾ പൊളിച്ചു. അവിടെ ഒരാൾ പോലും സന്തോഷവാനല്ല. ദൈവം ഇങ്ങനെ ആയിരിക്കുമ്പോൾ സ്വന്തം ഭക്തന്മാരെ കഷ്ടത്തിലാക്കുന്നവർ? പ്രകൃതി അങ്ങനെ ചെയ്യില്ല. പ്രകൃതി മനുഷ്യരെ വളരെയധികം കെയർ ചെയ്യുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേഘങ്ങൾ മഴ ഇല്ലാതെ വീണത്? വെള്ളം ഒരിക്കലും ആളുകൾക്ക് നാശം വരുത്താൻ ഉച്ചത്തിൽ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? പ്രകൃതി തൻ്റെ നല്ല പെരുമാറ്റം ഒരിക്കലും മാറ്റില്ല. അതിനാൽ മനുഷ്യർ ദൈവമായി പ്രകൃതിയെ മാത്രം അംഗീകരിക്കണം. സർക്കാരുകൾ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതില്ല, കാരണം അതിനായി വലിയ തുക ചെലവാവുന്നു. ആ പണം പാവപ്പെട്ടവർക്കാണ് നൽകേണ്ടത്. ഒരു വ്യക്തി ടാക്സ് അടയ്ക്കുമ്പോൾ ആ പണം കുട്ടികൾക്കായി സ്കൂളുകൾ പണിയാനും നല്ല റോഡുകൾ പണിയാനും ഉപയോഗിക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ സർക്കാരുകൾ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളോതോ ഇന്ത്യയിൽ എത്ര ആശുപത്രികളുണ്ട്? സർക്കാർ ആശുപത്രികളിൽ കാൽ വെക്കാൻ പോലും കഴിയില്ല. പ്രൈവറ്റ് ആശുപത്രികൾ അത്രയും ചെലവാണ്. എന്നാൽ സാധാരണക്കാരൻ മരിച്ചേ തീരൂ. ടാക്സ് അടയ്ക്കുന്നത് സാധാരണക്കാർ, പക്ഷേ അതിൻ്റെ ഗുണം മറ്റാരോ കൊള്ളിക്കുന്നു. ഇതിന് കാരണം ഇതിൻ്റെ ഭരണഘടന തന്നെയാണ്. അതിനാൽ ഭരണഘടനയെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ ഭരണഘടന എന്തിന്? ഭൂമിയിൽ പ്രകൃതിയുടെ ഭരണഘടന നടപ്പിലാക്കണം. ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സർക്കാരുകൾക്ക് ഇത് മനസ്സിലാക്കണം. ഭരണഘടനയിൽ മാറ്റം വരുത്തണം. ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളും അഴിമതിയിൽ പെട്ടുപോയി. അഴിമതി എല്ലാ സംവിധാനത്തിലും വ്യാപിച്ചു. അതിനാൽ ഭരണഘടനയെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതിയുടെ ഭരണഘടന ഭൂമിയിൽ നടപ്പിലാക്കിയാൽ ആരും ദുരിതത്തിലാകില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും.